അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പല ആളുകളും അവരുടെ ജീവിതത്തിൽ പൈസ ഒന്നിച്ച് കിട്ടാൻ വേണ്ടിയിട്ട്, കാരണം അവരുടെ ജീവിതത്തിലെ പല ഉദ്ദേശങ്ങളും സാമ്പത്തിക പ്രയാസങ്ങളും തീർക്കാൻ വേണ്ടിയിട്ട് കുറിയിൽ ചേരുന്നവരാണ്. എന്നാൽ കുറി അടിക്കാൻ വേണ്ടിയിട്ട് ദുആ ചെയ്യാൻ വേണ്ടി പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. എന്നാൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞു തരുന്ന ഈ ദിക്ർ നിങ്ങൾ ചൊല്ലിക്കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ഉറപ്പാണ് നിങ്ങൾക്ക് കുറിയടിക്കാൻ കാരണമാകും. മാത്രമല്ല, നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറിക്കിട്ടാൻ, സാമ്പത്തിക പ്രയാസങ്ങൾ മാറിക്കിട്ടാൻ, നിങ്ങളുടെ സ്വപ്നങ്ങൾ പൂവണിയാൻ, മുറാദ് ഹാസിലാകാൻ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ ദിക്ർ ഞാൻ ഈ പറഞ്ഞു തരുന്ന ഈ എണ്ണം ചൊല്ലിക്കൊണ്ട് നിങ്ങൾ ദുആ ചെയ്താൽ മതി. പലരും ചോദിക്കുന്ന ഒരു വിഷയമാണ് കുറിയിൽ ചേരുന്നത് ഹലാലാണോ എന്നുള്ളത്. കുറിയിൽ ചേരുന്നത് ഹലാലാണ്. എന്നാൽ നമ്മൾ ബാങ്കിൽ പോയി ലോൺ എടുക്കുന്നത് എല്ലാവർക്കും അറിയാം അത് ഹറാമാണ്, അത് പലിശയാണ് എന്നുള്ളത്. ഈ ലോൺ എടുക്കുന്ന മുഅ്മിനീങ്ങളായ ആളുകൾക്കൊക്കെ അറിയാം ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്നത് ഹറാമാണ്, അത് പലിശയാണ് എന്നുള്ളത്. എന്നാൽ ജീവിതത്തിലെ പല പ്രയാസങ്ങൾ കൊണ്ട്, സാമ്പത്തിക പ്രയാസങ്ങൾ കൊണ്ട്, അതായത് സ്വന്തമായിട്ടൊരു വീടെടുക്കാൻ പല ആളുകളും വീടിൻ്റെ പണി തുടങ്ങി വെച്ചിട്ട് വർഷങ്ങളായിട്ടുണ്ടാകും. എന്നാൽ ആ പണി പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് അവർ താമസിക്കുന്ന തറവാട്ട് വീട്ടിൽ സൗകര്യമുണ്ടാകില്ല. അനിയൻ്റെ വിവാഹപ്രായം എത്തിയിട്ടുണ്ടാകും. അനിയൻ വിവാഹം കഴിച്ചാൽ പിന്നീട് ആ വീട്ടിൽ സൗകര്യമുണ്ടാകില്ല. അങ്ങനെ വരുമ്പോൾ വീടിൻ്റെ പണി വളരെ വേഗം പൂർത്തിയാക്കണം. ഈ സാഹചര്യത്തിലൊക്കെയാണ് പലരും ബാങ്കിൽ പോയി ലോൺ എടുക്കുന്നത്. അതുപോലെ മക്കളുടെ വിവാഹ ആവശ്യത്തിന് വേണ്ടിയിട്ട് ലോൺ എടുക്കുന്നവരുണ്ട്. എന്നാൽ പലരും പ്രധാനമായിട്ടും ലോൺ എടുക്കാൻ നിർബന്ധിതരാകുന്നത് രോഗം പിടിപെടുമ്പോഴാണ്. അതായത് മാതാപിതാക്കൾക്കോ അല്ലെങ്കിൽ കുടുംബത്തിൽപ്പെട്ട അംഗങ്ങൾക്കോ മക്കൾക്കോ രോഗങ്ങൾ വരുമ്പോൾ ആ രോഗങ്ങൾ ചികിത്സിക്കാൻ, ചില രോഗങ്ങളൊക്കെ നമുക്കറിയാം ഡോക്ടർമാർ അത്യാവശ്യമായിട്ട് സർജറി ചെയ്യാൻ പറയും. എന്നാൽ ആ സമയത്ത് ചിലപ്പോൾ 3 ലക്ഷം 5 ലക്ഷം രൂപയൊക്കെ സർജറിക്ക് വേണ്ടി വരും. ആ സമയത്ത് ആരോട് ചോദിക്കാനാണ്? എന്നാൽ ആ സമയത്ത് നമുക്ക് വളരെ വേഗം പണം കിട്ടുന്നത് ബാങ്കിൽ നിന്നാണ്. അപ്പോഴാണ് പലരും ലോൺ എടുക്കുന്നത്. മറ്റ് മാർഗങ്ങൾ അവർക്ക് ഉണ്ടാകില്ല, അതുകൊണ്ടാണ് പലരും ലോൺ എടുക്കുന്നത്. എന്നാൽ ചില ആളുകളുണ്ട് സാമ്പത്തികമായിട്ട് ഉയരാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ വലിയ വീടെടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ വലിയൊരു ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട്, അവർക്ക് സാമ്പത്തികമായിട്ട് ജീവിക്കാൻ ആവശ്യമായ സമ്പത്തൊക്കെ ഉണ്ടാകും, ജീവിക്കാൻ ആവശ്യമായ വരുമാന മാർഗമൊക്കെ ഉണ്ടാകും. എന്നാലും വലിയ അഹങ്കാരത്തോടു കൂടി വലിയ പണക്കാരനാകാൻ വേണ്ടിയിട്ട്, ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ വലിയ വീടെടുക്കാൻ, വലിയ വാഹനം വാങ്ങിക്കാനൊക്കെ ലോൺ എടുക്കുന്നവരുണ്ട്. എന്നാൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ലോൺ എടുത്ത ആ പണം കൊണ്ട് സ്വന്തമായിട്ടൊരു വീടെടുത്തു, അല്ലെങ്കിൽ ഒരു വാഹനം വാങ്ങിച്ചു, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ മക്കളുടെ വിവാഹം കഴിപ്പിച്ചു, അല്ലെങ്കിൽ നമ്മൾ സ്വന്തം വിവാഹം കഴിച്ചു. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ചെയ്ത ആ പ്രവൃത്തിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ബറക്കത്ത് ചെയ്യില്ല. നമ്മൾ ആ പണം കൊണ്ട് നിർമ്മിച്ച ആ വീട്ടിൽ ബറക്കത്തുണ്ടാകില്ല. നമ്മുടെ വിവാഹ ജീവിതത്തിൽ ബറക്കത്തുണ്ടാകില്ല. നമ്മൾ വാങ്ങിച്ച ആ വാഹനത്തിൽ അല്ലാഹു ബറക്കത്ത് നൽകില്ല. ലോൺ എടുത്ത് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തോ അതിലെല്ലാം ബറക്കത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു കളയും. മാത്രമല്ല, പിന്നീട് റബ്ബിന് നമ്മോട് ഇഷ്ടമുണ്ടാകില്ല. അള്ളാഹുവിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന കാരുണ്യവും അനുഗ്രഹങ്ങളും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു കളയും. നമ്മുടെ ദുആക്ക് അല്ലാഹു ഇജാബത്ത് നൽകില്ല. ഈ ലോൺ എടുത്ത വീടുകളിലെ അവസ്ഥ നമ്മൾ നോക്കുകയാണെങ്കിൽ, ഒരു വീട്ടിലും സന്തോഷവും സമാധാനവും ഉണ്ടാകില്ല, ഒരു ബറക്കത്തും ഉണ്ടാകില്ല. അവർക്ക് എത്ര തന്നെ പണം കിട്ടിയാലും അത് തികയില്ല. പല ചിലവുകളും വന്നുകൊണ്ടേയിരിക്കും. പ്രധാനമായിട്ടും അവർക്ക് കിട്ടുന്ന വരുമാനത്തിൻ്റെ 80% ഈ എടുത്ത ലോണിലേക്ക് അടയ്ക്കേണ്ടി വരും മാസാമാസം. അതുകൊണ്ട് തന്നെ അവരുടെ വീട്ടിലെ ചിലവ്, കറണ്ട് ബില്ല്, മക്കളുടെ പഠനം, ഹോസ്പിറ്റൽ കേസ്, വാഹനത്തിൻ്റെ അടവ്, ഇങ്ങനെ തുടങ്ങിയ സാമ്പത്തികമായിട്ട് വരുന്ന മറ്റു ചിലവുകൾ അവർക്ക് താങ്ങാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് പിന്നീട് മറ്റുള്ളവരിൽ നിന്നും കടം വാങ്ങേണ്ട അവസ്ഥ വരും. പിന്നീട് അവർക്ക് ആ കടവും പറഞ്ഞ സമയം വീട്ടണമെങ്കിൽ
മറ്റുള്ളവരിൽ നിന്ന് വീണ്ടും കടം വാങ്ങേണ്ട അവസ്ഥ വരും. അങ്ങനെ ലോണിൻ്റെ അടവ്, കടങ്ങൾ വർദ്ധിച്ചു വരൽ എല്ലാം കൂടി അവർക്ക് താങ്ങാൻ കഴിയാതെ അവരുടെ എല്ലാ സ്വസ്ഥതയും സമാധാനവും അതോടുകൂടി നഷ്ടപ്പെട്ടു പോകും. ഇതിനൊക്കെയും കാരണം പ്രിയപ്പെട്ടവരെ ബറക്കത്ത് നഷ്ടപ്പെട്ടതുകൊണ്ടാണ്. ബറക്കത്ത് നഷ്ടപ്പെട്ടത് എങ്ങനെയാണ്? ലോൺ എടുത്തത് കൊണ്ടാണ്, പലിശ വാങ്ങിച്ചത് കൊണ്ടാണ്. ജീവിതത്തിൽ തെറ്റ് ചെയ്യാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാകില്ല. അത് ലോൺ എടുത്ത് പലിശ ഉപയോഗിച്ചത് കൊണ്ട് മാത്രമല്ല തെറ്റ് വരുന്നത്, പല കാര്യങ്ങൾ കൊണ്ടും തെറ്റ് സംഭവിക്കാം. എന്നാൽ ഇതിനൊക്കെയും പരിഹാര മാർഗങ്ങളും നമ്മുടെ പരിശുദ്ധ ഇസ്ലാമിലുണ്ട്. നിങ്ങൾ കളവ് നടത്തിയോ? വിഷമിക്കേണ്ട, പരിശുദ്ധ ഇസ്ലാമിൽ പരിഹാരമുണ്ട്. നിങ്ങൾ വ്യഭിചരിച്ചോ? വിഷമിക്കേണ്ട, പരിഹാരമുണ്ട്. നിങ്ങൾ പലിശക്ക് പണം വാങ്ങിയോ? വിഷമിക്കേണ്ട, ഇസ്ലാമിൽ പരിഹാരമുണ്ട്. ഇങ്ങനെ നമ്മൾ അറിഞ്ഞുകൊണ്ടും അറിയാതെയും ചെയ്തു പോയ എല്ലാ തെറ്റുകൾക്കും പരിഹാരം പരിശുദ്ധ ഇസ്ലാമിലുണ്ട്. പരിശുദ്ധ ഇസ്ലാമിലെ ആ പരിഹാരം ഇതാണ്. നമ്മൾ ചെയ്യുന്ന തെറ്റ് ഇനി ഒരിക്കലും നമ്മൾ അത് ചെയ്യില്ല എന്ന് നമ്മൾ മനസ്സിൽ ഉറപ്പിച്ച് നമ്മൾ അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിച്ച് നമ്മൾ തൗബ ചെയ്ത് അതിൽ നിന്നും പിന്മാറണം. പിന്നീട് ഒരിക്കലും നമ്മൾ ആ തെറ്റിലേക്ക് കടന്നു പോകരുത്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങൾ ലോൺ എടുത്ത് പലിശക്ക് വാങ്ങി നിങ്ങളുടെ ബറക്കത്ത് നഷ്ടപ്പെട്ട് ജീവിതത്തിലുള്ള എല്ലാ മനസ്സമാധാനവും നഷ്ടപ്പെട്ട് ഒരു കാര്യവും ശരിയാകാതെ ബുദ്ധിമുട്ടോടുകൂടി ജീവിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് തൗബയാണ്. തൗബ ചെയ്യുക. അതോടൊപ്പം നിങ്ങൾ ഇസ്തിഗ്ഫാറിനെ അധികരിപ്പിക്കുക. മാത്രമല്ല, പലിശക്ക് വാങ്ങി മറ്റുള്ളവരിൽ നിന്നും കടം വാങ്ങിക്കൊണ്ടൊക്കെ ഒരുപാട് കടങ്ങളുണ്ടാകും. എന്നാൽ ആ കടങ്ങൾ വീടിക്കിട്ടാൻ, കുറി വേഗത്തിൽ കിട്ടാൻ, സാമ്പത്തികമായിട്ട് ഐശ്വര്യമുണ്ടാകാൻ, സമ്പത്തിൽ ബറക്കത്തുണ്ടാകാൻ, നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറിക്കിട്ടാൻ, ഇങ്ങനെ തുടങ്ങിയ നിങ്ങളുടെ ഒരുപാട് പ്രശ്നങ്ങൾക്കും പരിഹാരമാർഗമായ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ 99 നാമങ്ങളിലെ മഹത്വമേറിയ ഈ ഇസ്മ ഞാൻ ഈ പറഞ്ഞു തരുന്ന എണ്ണം നിങ്ങൾ ചൊല്ലുക. ഈ ഇസ്മിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഈ ഇസ്മ ചൊല്ലിക്കൊണ്ട് നമ്മൾ ദുആ ചെയ്താൽ ആ ദുആ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്നതാണ്. അത്രക്കും വലിയ മഹത്വമുള്ള ഇസ്മാണ്. ഏതാണ് ആ ഇസ്മ എന്നറിയുമോ? യാ ബറു യാ അല്ലാ, യാ ബറു യാ അല്ലാ, യാ ബറു യാ അല്ലാ. ഗുണം ചെയ്യുന്നവൻ, ഉപകാരം ചെയ്യുന്നവൻ എന്നർത്ഥം വരുന്ന ഈ ഇസ്മ നിങ്ങൾ 100 പ്രാവശ്യം ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്താൽ ആ ദുആ റബ്ബ് സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്നതാണ്. ഈ ദിക്ർ, ഈ ഇസ്മ ചൊല്ലാൻ ഏറ്റവും നല്ല സമയം സുബ്ഹി നിസ്കാര ശേഷമാണ്. സുബ്ഹി നിസ്കാരം കഴിഞ്ഞതിന് ശേഷം 100 പ്രാവശ്യം ചൊല്ലിക്കൊണ്ട് നിങ്ങൾ ദുആ ചെയ്യുക. ഇനി നിങ്ങൾക്ക് സുബ്ഹി നിസ്കാര ശേഷം ചൊല്ലാൻ സമയം കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ ഇശാ മഗ്രിബിൻ്റെ ഇടയിൽ ഈ ഇസ്മ 100 പ്രാവശ്യം ചൊല്ലിക്കൊണ്ട് ദുആ ചെയ്യുക. നിങ്ങളുടെ പ്രയാസങ്ങൾ റബ്ബിനോട് പറയുക. ഇനി കഴിയുമെങ്കിൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ ഇസ്മ നിങ്ങൾ നിത്യവും പതിവായി ചൊല്ലുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യം നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും. മാത്രമല്ല, സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും ശാരീരികമായിട്ടും വലിയ വിജയം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഇസ്മ പതിവായി ചൊല്ലുന്നവർക്ക് നൽകും. അവരുടെ ജീവിതത്തിൽ അല്ലാഹു ബറക്കത്ത് നൽകും. എല്ലാ കാര്യങ്ങളും അവർക്ക് അല്ലാഹു എളുപ്പമാക്കി കൊടുക്കും. അപകടങ്ങളിൽ നിന്ന്, പ്രതിസന്ധികളിൽ നിന്ന്, നാക്കേറിൽ നിന്ന്, കണ്ണേറിൽ നിന്ന്, സിഹ്റിൽ നിന്ന്, അസൂയാലുക്കളിൽ നിന്ന്, എല്ലാവിധ പൈശാചിക ബുദ്ധിമുട്ടുകളിൽ നിന്നും, എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും, പ്രതിസന്ധികളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ കാത്തു രക്ഷിക്കും. അല്ലാഹുവിൻ്റെ കാവൽ എപ്പോഴും അവർക്കുണ്ടാകും. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ ഇസ്മ നിങ്ങൾ നിത്യവും പതിവായി ഒരു 100 പ്രാവശ്യം ചൊല്ലുക. നമ്മുടെ കുടുംബത്തിലും ജനങ്ങൾക്കിടയിലും സ്വീകാര്യതയും അംഗീകാരവും അവരുടെ സ്നേഹവും പരിഗണനയുമൊക്കെ നമുക്ക് ലഭിക്കാൻ ഈ ഇസ്മ ദിവസവും ചൊല്ലിയാൽ മതി. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇഹലോകത്തും നമുക്ക് വിജയമുണ്ടാകാൻ
അള്ളാഹുവിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് ലഭിക്കാൻ, നമ്മുടെ ആവശ്യങ്ങൾ ഉടനടി നമുക്ക് നിറവേറിക്കിട്ടാൻ ഈ ഇസ്മ നിങ്ങൾ നിത്യവും 100 പ്രാവശ്യം ചൊല്ലുക. അള്ളാഹു സുബ്ഹാനഹു തആല ഈ ഇസ്മിൻ്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ പ്രയാസങ്ങളും മാറ്റിത്തരട്ടെ. കടങ്ങൾ ഉള്ളവരുടെ കടങ്ങൾ വീട്ടാനുള്ള മാർഗം അള്ളാഹു കാണിച്ചു തരട്ടെ. ഇഹലോകത്തും അള്ളാഹു വിജയം നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബിഹക്കി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.